ഹലോ ഹലോ രാണ ഹലോ രാണ വന്നാ പ്ലീസ് കണക്ട് ചെയ്യണ്ടാ ഒരു മിനിറ്റ്. ആ അണ്ണാ പി സിയിലോട്ട് പി സി വീടെത്തിയായിരുന്നു അണ്ണൻ. ആ വീട്ടിൽ വീട്ടിൽ. ഓക്കെ. അയ്യോ എന്താണ് ചേച്ചി പറയാം, ഇപ്പൊ പറയാം ചേച്ചി, ഇപ്പൊ പറയാം. റെഗുലർ സ്ട്രീമറാണോ ചേച്ചി? ഇന്നലെ ലൈവ് ഇടാനായിട്ട് പറ്റിയില്ല ചേച്ചി. ഞാനാണെങ്കിൽ ഇന്നലെ ജിമ്മിൽ പോയിട്ട് വന്ന് നല്ല രീതി ബൈസിനും ബാക്കും ബൈസും അടിച്ച് എന്നുവെച്ചാൽ ഇന്നലെ ഭയങ്കര ടയേർഡായി. പിന്നെ അത് കഴിഞ്ഞ് പുറത്തൊക്കെ പോയി. അയ്യോ എടാ മോഡ്സ് ആരും ഇല്ലടാ ഇവിടെ ചാനല്. ഹലോ എടാ നവനീതേ, ഒരു കൂലിയും ജോലി ഇല്ലാത്തോണ്ടാ നിന്നെ മോഡാക്കിയത്. പഴമണിയെ പോലിരിക്കാൻ എന്തേലും ഒക്കെ ഒന്ന് ചാറ്റിന് വേണ്ടി ചെയ്യണം. എന്തേലും ഒക്കെ ഒന്ന് ഞാൻ വേറെ പിള്ളേരെ റിക്രൂട്ട് ചെയ്യേ. എന്നാ ജോലി കൂലി ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ നവനീതിനെ പോലെ? അന്താരേ ഓ ഇത് മറ്റേ മുഞ്ചേരി വந்தாരം എത്തി. ഹലോ അണ്ണാ ഹലോ. അവിടെ പറഞ്ഞോ കാര്യം പറഞ്ഞോ. ആ നീ പറഞ്ഞോ. ഗൈസ്, നിങ്ങൾക്ക് അറിയാലോ ഇപ്പം കുറച്ച് ദിവസം മുമ്പത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അറിയാലോ. ഇപ്പം ട്രിക്സും ഞാൻ റെഡിയായതും അതുപോലെ തന്നെ ലോറയുടെ ചാറ്റിൽ പോയി കുറേ പേര് ഇതാക്കിയതും എല്ലാം നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയാലോ. അപ്പോൾ ഗൈസ് ഇത് ഒരു എക്സ്ട്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ അവരുടെ പി ഒ വി ഒത്തിരി വെച്ചാൽ ഒത്തിരി കാണുന്നില്ല. അപ്പം ഇത് ഭയങ്കര എക്സ്ട്രീം അൾഗാരിറ്റിയിലോട്ട് ഇങ്ങനെ പോയി ഗൈസ്. എന്ന് വെച്ചാൽ ഭയങ്കര ശോകത്തിലോട്ട് പോയി. ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഇതൊക്കെ കണ്ടപ്പോഴാണ് ഇതാക്കിയത്. അപ്പം രായണ്ണ എന്നെ വിളിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ചായിരുന്നു. ഇതുപോലെ ഇരുന്ന് എന്താണ് ഈ കേസ് ഇതുപോലെ സംസാരിച്ചായിരുന്നു. ഞങ്ങൾ നാലുപേരിരുന്ന് സംസാരിച്ചു കാര്യങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സൈഡിൽ നിന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ കേസ് അത് ഭയങ്കര ഭയങ്കര ശോകമാണ്. ഇപ്പോൾ ട്രിക്സിൻ്റെ ആണെങ്കിൽ പോലും ഡോറയുടെ സൈഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ടും നല്ലൊരു ശോക അവസ്ഥയിലാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ലൈവ് പറയാറില്ലേ ആ കൊച്ചിൻ്റെ പേഴ്സണൽ കാര്യത്തിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് ഒന്നും പറയില്ല എന്നുള്ള രീതിയിൽ ഞാൻ ലൈവിൽ തന്നെ പറയാറില്ലേ. അപ്പം ആ ഒരു പേഴ്സണൽ കാര്യവും അതും ഇതുമൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. വേണ ബാക്കി പറ. അതായത് ഗൈസ് ഇത് ആർ പി കളിച്ചാൽ ഇതിന്റെ അകത്ത് കാണുന്നവര് ആർ പി പുറത്തോട്ട് കണ്ടിട്ട് ഇപ്പൊ ഇവര് തമ്മിൽ ഇപ്പൊ ഒരു ആർ പി സ്റ്റോപ്പ് ചെയ്താലും ലൈക്ക് അതിന് അവിടെ പോയി ലൈക്ക് ചാറ്റിൽ പോയിട്ട് അവരെ കുറ്റം പറയലും മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ പി ആയിട്ട് കാണണം ഗൈസ്. ലൈക്ക് അവരിപ്പോ ആർ പി ഒരു സീനറി വെച്ച് സ്റ്റോപ്പ് ആക്കിയെന്ന് പറഞ്ഞിട്ട് അത് റിയൽ ലൈഫിൽ എന്തോ കുറ്റം ചെയ്ത പോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലാവും. ഓരോരുത്തർ വന്നിട്ട് ഇൻബോക്സിൽ പോയി മെസ്സേജ് അയക്കുന്നത്. ഇപ്പൊ റീസെന്റ് നടന്ന ഇഷ്യൂ ആയാൽ പോലും കണ്ണാപ്പി സിറ്റിക്കകത്ത് നടന്ന സീനിൽ ഓരോരുത്തർ വന്ന് മെസ്സേജ് അയക്കുന്നെന്ന് പറഞ്ഞാൽ അത്രയും വൾഗാരിറ്റിയിലാണ് പോയി മെസ്സേജ് അയക്കുന്നത്. അതും ടി വി എ ഫാൻ ബോയ് അല്ലെങ്കിൽ ടി വി എ ഇതെന്നും പറഞ്ഞിട്ട് അക്കൗണ്ട് തുടങ്ങിയിട്ട് അത് ആരൊക്കെയാണ് ചെയ്യണമെന്ന് അറിയാം നല്ല പോലെ. എന്നാലും ഈ പറഞ്ഞ പോലെ ടി വി എ ഫാൻ ബോയ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജിൽ നിന്ന് നേരെ പോയി ഇൻബോക്സിൽ പോയിട്ട് അത്രയും വൾഗാരിറ്റി ആയിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ഫോട്ടോ കിട്ടി അത് കാണിച്ചു തരും. ഇപ്പൊ കാണിച്ചു തരും. അതായത് ആ കൊച്ചിന് വരുന്ന മെസ്സേജ് എടാ കാണിച്ചു തരാ. ഞാൻ കാണിച്ചു തരാം. എടാ സൗണ്ട് ഓക്കെ അല്ലേ? സൗണ്ട് ഒക്കെ ഓക്കെ ആണല്ലോ. സൗണ്ട് ഒക്കെ ഓക്കെയാണ്. ഞാൻ കാണിച്ചു തരാം. ഞാനത് കാണിച്ചു തരാം. നിങ്ങളത് കണ്ടു നോക്കിയിട്ട് ഇത് ഭയങ്കര ഷോക്കാണ്. ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ലൈക്ക് ഒരുമാതിരിയായി. എനിക്കെന്നല്ല കാണുന്നവർക്കെല്ലാം ഒരുമാതിരിയാകും. ഞാൻ കാണിച്ചു തരാം. കണ്ട ഇതാണ് കണ്ട ടി വി എ ഫാൻ ബോയ് എന്നാണ് എൻ്റെ പേര്. ഞാൻ പറഞ്ഞത് കണ്ട ട്രിക്സ് ഒരു പൊട്ടൻ അവൻ്റെ കൂടെ നിന്ന നീയോ കഷ്ടം, നിന്റെ വീട് അവിടെ കണ്ട ഇതാണ് മനസ്സിലായോ? അതിന്റെ താഴെ കണ്ടോ? അതിന്റെ താഴെ ഇത് കണ്ടോ? താഴെ ഇത് കണ്ടോ കേസ്? ഇതൊക്കെ എങ്ങനെയാണ് കേസ്? ഇതൊക്കെ എന്ത് തന്തയിലാഴിയാണ് നിങ്ങൾ തന്നെ ചിന്തിച്ചത്. അവരുടെ പി ഒ വി നിങ്ങൾ തന്നെ ചിന്തിക്കണം. കാരണം ഇവര് നമ്മളിത് സംസാരിക്കാനായിട്ട് വിളിച്ചു പറഞ്ഞപ്പോൾ ഇതൊക്കെ കാണിച്ചപ്പോൾ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ബ്ലാങ്ക് ആയി പോയി. കാരണം ഒരു ആർ പി ആണ് അത് ഫസ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ ഇവര് ഇടയിൽ ചിലപ്പോ ഈ കണ്ണാപ്പി ആയപ്പോലെ സിറ്റുവേഷൻ ഇടയിൽ ചിലപ്പം ആ ഒരു രീതിയിലായിരിക്കും അത് ചെയ്യുന്നത്. പക്ഷെ ഇത് കണ്ടോണ്ടിരുന്ന ഓഡിയൻസ് അത് റിയൽ ആയിട്ട് അവർക്ക് പോയി ഇൻബോക്സിൽ പോയി മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ അവരെ ഒരുമാതിരി മെന്റലി ഫക്കാക്കുക എന്നുള്ള പരിപാടി എന്നുപോലെ തുടങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അത് ഇപ്പൊ കുറെ മാര് അത് എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഫാൻസ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എന്തായാലും ചെയ്യുന്നത് മനസ്സിലായി ഭയങ്കര ശോകമായിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഇന്നലെ സംസാരിച്ചു, ട്രിക്സുമായിട്ടും സംസാരിച്ചു, ലോറായിട്ടും സംസാരിച്ചു.
ഇവരും ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ക്ലാഷസും കാര്യങ്ങളും പറഞ്ഞ് സംസാരിച്ച് സോൾവ് ആക്കിയിട്ടുണ്ട്. ഇനി ഉം. നമ്മുടെ സൈഡിൽ നിന്നും അവരെ സൈഡിൽ നിന്നും ഒരു ഇഷ്യൂസ് ഇങ്ങോട്ടും വരത്തില്ല, അങ്ങോട്ടും അതാ. പോകത്തില്ല. പിന്നെ പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു. ഫ്യൂച്ചറിൽ ഇപ്പം ടി പി ആയിട്ട് ഇഷ്യൂ ഉണ്ടായാലും ഉടനെ എടുത്തു വെച്ചാൽ അങ്ങോട്ട് പോകരുത്, ദൈവത്തെ ഓർത്ത്. ഇപ്പം എന്താണ് ഇപ്പം ഞാൻ മറ്റേ ട്രിക്സിൻ്റെ അടുത്ത് മറ്റേ എന്താണ് അതായിട്ട് നിന്നാൽ അത് ശരിയാണ്. ഞാൻ ഒരു രീതിയിൽ നിന്നിട്ടുണ്ട്, ഓക്കെ, അതൊക്കെ എൻ്റെ മിസ്റ്റേക്കാണ്, സമ്മതിച്ച്. അപ്പം ഞാൻ ഒരു രീതിയിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇനിയിപ്പം ഫ്യൂച്ചർ ഇപ്പം നമ്മുടെ ലൈക്ക് വേറൊരു ആളായിട്ട് ടി പി എൽ ഒരാളായിട്ട് പ്രശ്നം വരുമ്പോഴത്തേക്ക് ഉടനെ ഈ പ്രശ്നമാണ് അതാണെന്നൊന്ന് ഓഡിയൻസ് ഇതാക്കി കൊണ്ടുവരുത്. അത് ഭയങ്കര സീരിയസ്ലി അത് ഭയങ്കര ഷോക്കാണ് ചേച്ചി. ഇപ്പം ഫ്യൂച്ചറിൽ അവരുമായിട്ട് സിറ്റുവേഷൻ ആവാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ ആ സിറ്റുവേഷൻ്റെ ബേസിലും കാര്യങ്ങളൊക്കെ പോകും. പക്ഷെ ഇത് ഒരെണ്ണം ഒന്നുമല്ല ചേച്ചി, ഇതൊക്കെ ഭയങ്കര ഷോക്കായിട്ടുള്ളതൊക്കെ ഉണ്ട്, മനസ്സിലായോ? എടാ കണ്ട അഭിജിത്ത് ഇതൊക്കെ. ബ്രോ, എനിക്കത് അറിയാം. നമ്മുടെ ഫാൻസ് ആരും അങ്ങനെ ടി വി ഫാൻ എന്ന് പറഞ്ഞിട്ട് പോകത്തില്ല. പക്ഷേ ഇവർക്ക് വരുന്ന മെസ്സേജ് ഇപ്പൊ ഓൾറെഡി നമ്മളായിട്ടാണല്ലോ സിറ്റുവേഷൻ നടക്കുന്നത്. അപ്പൊ ഈ സിറ്റുവേഷൻ മുതലെടുത്ത് കുറെ എണ്ണം പോയി ഇൻബോക്സിൽ പോയി ഇങ്ങനത്തെ മെസ്സേജ് അയക്കും, ആസ് എ ടി വി ഫാൻ എന്നും പറഞ്ഞ്. അപ്പൊ അവർക്ക് നമ്മളെ ഓഡിയൻസിന്റെ അടുത്തും നമ്മളെ അടുത്തും ഒരുമാതിരി പുറത്ത് ഇഷ്യൂസ് വരും. ഇതാണ് മെയിൻലി ഇഷ്യൂ വരുന്നത്. ആര് ഗെയിമിന്റെ അകത്തുള്ള ഇഷ്യൂ ആണെങ്കിൽ അവർ ആ രീതിയിൽ എടുക്കത്തുള്ളൂ. അവർ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിന്റെ സെൻസിലാണ് എടുക്കുന്നത്. പക്ഷെ ഈ പുറത്ത് വന്ന് ഇങ്ങനെ വന്ന് മെസ്സേജ് അയക്കുമ്പോഴാണ് അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭയങ്കര ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ ദേഷ്യവും കാര്യങ്ങളെല്ലാം വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിട്ട് എടുക്കാണ്ട് ഇപ്പൊ കണ്ണാപ്പി ആയപ്പോൾ ഈവൻലി അവനായപ്പോലും ലോറായിട്ട് അത്ര ആർപി ചെയ്യുമ്പോഴും ഇവൻ റിയൽ ലൈഫിൽ ആ കൊച്ചായിട്ട് അത്ര കണക്റ്റഡ് അല്ല, അല്ലെങ്കിൽ സംസാരിക്കാറില്ല, ഉം. മനസ്സിലായോ? ആർപിക്കകത്താണ് അവർ ഇത്രയും കാര്യമായിട്ട് ഇതാക്കുന്നത്. അപ്പൊ റിയൽ ലൈഫ് അവർക്ക് ഒരു കണക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇത് കുറെ പേര് ഇവരെ ലൈവ് കണ്ട് ആർപി കണ്ട് എൻജോയ് ചെയ്തവര് പെട്ടെന്ന് ഒരു സ്റ്റോപ്പ് ആയപ്പോ ആ കൊച്ചിന്റെ അടുത്ത് പോയിട്ട്, അത് മാത്രമല്ല വന്നിട്ട് ലൈവ് ചാറ്റിലൊക്കെ പോയിട്ട് വെടിയുന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കുറെയൊക്കെ അങ്ങനെ ഭയങ്കര മെസ്സേജ് അയക്കുന്നു. ഷോക്കാണ് ചേച്ചി, ഭയങ്കര ഷോക്കാണ് അത് ഇതൊക്കെ. ഇതൊക്കെ നമ്മൾ പിന്നീടാണ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്, മനസ്സിലായി? അവരെ സൈഡിൽ നിന്ന് അവർ വന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യുന്നത്. അത് നമ്മളെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് മുതലെടുത്ത് കുറെ എണ്ണം ഇങ്ങനെ ഒരു ഹെയ്റ്റ് എനിക്ക് അറിഞ്ഞൂടാ. അത് മൊത്തം വരുന്നത് വാസുവിന്റെ തലയ്ക്കാണ് എല്ലാം വരുന്നത്. അത് വെച്ചാൽ അണ്ണൻ ഈ ഒരു ഫ്രെയിമിലേ ഇല്ല, മനസ്സിലായോ? എന്നാൽ പോലും അണ്ണന്റെ തലയിലോട്ടാണ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ അത് യെസ്. നമ്മൾ പോയി സംസാരിച്ചു. മൊത്തത്തിൽ അവരുടെ സൈഡും പറഞ്ഞ് അത് ക്ലിയർ ചെയ്തു. ഇനി ദയവ് ചെയ്ത് ഗൈസ് ഈ ഒരു സീനിൽ നമ്മളിപ്പോ ഒരു ഓപ്പോസിറ്റ് ഒരാളായിട്ട് ഇഷ്യൂ ഉണ്ടായാൽ പോലും നമ്മൾ അവിടെ പോയി തെറി വിളിക്കാനോ അല്ലെങ്കിൽ അവരെ ചാറ്റിൽ പോയി ഇത് കഴിക്കാനോ നമ്മുടെ ഓഡിയൻസ് നിൽക്കരുത്. അത് എനിക്ക് എന്റെ സൈഡിൽ നിന്നും അല്ലെങ്കിൽ ടി വിയുടെ സൈഡിൽ നിന്നും ഞാൻ പറയുവാണ്. സിറ്റുവേഷൻ സിറ്റുവേഷൻ രീതി കാണുക. നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ള നമ്മളെ ഇതിൻ്റെ അകത്ത് കമന്റ് ചെയ്യാം. ഓരോ സിറ്റുവേഷനിൽ ഓരോരുത്തർ സംസാരിക്കും, അതൊക്കെ നിങ്ങൾ നമ്മളെ ചാറ്റിൽ ഇടാം. പക്ഷെ ടാർഗറ്റ് ചെയ്ത് വേറൊരു ആളെ ലൈവ് സ്ട്രീമിൽ പോയിട്ട് ടാർഗറ്റ് ചെയ്ത് അവർക്ക് പേഴ്സണലി ഹേർട്ട് ആവുന്ന ഒരു ഗെയിം അല്ലേ ഗൈസ്? ഗെയിമിന്റെ ഒരു യെസ്. രീതിയിൽ മനസ്സിലായി. അതിന്റെ അപ്പുറമായിട്ട് നിങ്ങൾ ആരും എടുക്കണ്ട. പേഴ്സണലി ഇതൊരു ഗെയിമാണ്, മനസ്സിലായി? അപ്പൊ അതിന്റെ അപ്പുറത്തോട്ടൊന്നും എടുക്കണ്ട. അത്ര എനിക്ക് പറയാനുള്ളൂ. കണ്ണാപ്പിക്കും അതാണ് പറയാനുള്ളത്. അതാ അപ്പം ഗൈസ്, ഇപ്പം ഇതുവരെ ഉള്ള എല്ലാ പ്രശ്നങ്ങളും സംസാരിച്ച് സോർട്ട് ചെയ്തു, ഒരു പ്രശ്നവുമില്ല. ഇപ്പം ട്രിക്സിൻ്റെ അടുത്ത് സംസാരിച്ച്, ലോറയുടെ അടുത്ത് സംസാരിച്ച്, ഇതുവരെ ഉണ്ടായിരുന്ന എന്താണ് ആ ഒരു ലൈക്ക് എന്താണ് അവർക്ക് മടുത്ത് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് അണ്ണാ കാര്യം പറയാമോ ലോറയുടെ കേസ്? അത് പറഞ്ഞോ പറയാം. പറഞ്ഞോ 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 ഈ ഇടയ്ക്ക് ലോറയുടെ അച്ഛൻ മരിച്ചായിരുന്നു കേസ്. അപ്പം അതിൽ നിന്ന് അവള് നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എന്താണ് അത്ര ആ ഒരു വിഷമത്തിൽ ഇതിലൊക്കെ ഇരുന്നപ്പോൾ പോലും വെച്ചാൽ ട്രിക്സ് ആണ്, മനസ്സിലായോ, വിളിച്ച് ഇതുപോലെ ഗെയിം കളിക്ക് ഒന്ന് മൈൻഡൊക്കെ റിലാക്സ് ആവട്ടെ, മൊത്തം ഒറ്റയ്ക്ക് എന്തോ ഷോക്കൊക്കെ അടിച്ചിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ റിലാക്സ് ആവാൻ വേണ്ടി കളിക്കാൻ വന്നിട്ട് നേരെ ഇങ്ങനെ ഒരവസ്ഥയിലോട്ട് വരുന്നൊരു ഭയങ്കര ശോകം തന്നെയാണ് കേസ്. അത് ഒന്നും പറയാനില്ല. കാരണം പിന്നെ അത് കുറേ ഉമ്മാർ ഇതുപോലെ കണ്ട എൻ്റെ ഈ സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ടോ കേസ്? കണ്ട ഇതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു, ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ഇതൊക്കെ ഭയങ്കര ഷോക്കാണ് കേസ്, ഭയങ്കര പട്ടി ഷോക്കാണ് ഇതൊക്കെ. തന്തേലായും എന്ന് പറയുന്ന ഒരു ഫോൺ ഉണ്ടെങ്കിൽ കുറെ കുണ്ണാൾക്ക് എന്തും എന്ന് പറയുന്നത് കേസ് ഭയങ്കര ഷോക്കാണ് കേസ്. ഇതുപോലെ തന്നെ ഇപ്പം കറന്റ് ഇപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണ് പറഞ്ഞ സോർട്ട് ഉണ്ട്. ഇപ്പം ട്രിക്സ് ആണെങ്കിൽ പോലും എൻ്റെ അടുത്ത് പറഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാകെ കാണുന്ന 3 പേർ ലൈവായിരുന്നു ഇതിലൊക്കെ വരുന്നതിന് മുമ്പേ. ഒന്ന് വാസവൻ്റെ, ചന്ദ്രുവിൻ്റെ, എൻ്റെ 3 പേർ ലൈവാണ് കാണുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ലൈവിലൊക്കെ നമ്മളെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം അതും ഇതൊക്കെ ആയിരുന്നു. പിന്നെ അത് വേറൊരു വൾഗാരിലോട്ടും അത് ഇതൊക്കെ പോകാൻ തുടങ്ങി. അത് അവൻ തന്നെ പറഞ്ഞു, യേസ് ദൈവത്തെ ഓർത്ത് ഇനിയും അവർക്ക് രണ്ടുപേർക്കും ഒരു സമ്മാനം കൊടുക്കുക. നാളെ ഫ്യൂച്ചർ ടി പി ആയിട്ട് സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ടി വി വേഴ്സസ് ടി പി ആ ഒരു രീതിയിൽ അതങ്ങ് പോകും. ഇതിനിയും എന്താണ് ഇതിനി എന്ത് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് ഇവിടെ തീർന്നു കേസ്. ഇവിടെ ഇതെല്ലാം വെച്ചാൽ കംപ്ലീറ്റ്ലി ഇത് ഇവിടെ എല്ലാം തീർന്നു. ഇതിന്റെ പേരും പറഞ്ഞ് മനസ്സിലായി. അങ്ങനെ ഒരു ഉം. സിറ്റുവേഷൻ അങ്ങനെയൊന്നും വരത്തില്ല. സോ ഇത്രയാണ് പറയാനുള്ളത്. അതാ ഇപ്പൊ അവര് ഇത് ഓരോന്ന് പറഞ്ഞ് ഇത് പറഞ്ഞെന്ന് നിങ്ങൾ ചാറ്റി പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അവരുടെ സൈഡ് നിങ്ങൾ ചിന്തിക്കണം. കാരണം അവര് നോക്കുമ്പോഴത്തേക്ക് വെച്ചാൽ അങ്ങ് ഒരു ലൈക്ക് ആ ഒരു സിറ്റുവേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് പെട്ടെന്ന് ഇത്രയും ഒരു വന്ന് ചീത്ത വിളിക്കുന്ന അതും ഈ നിധി എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കുണ്ടാവുന്ന ആ ഒരു എന്താണ് അവർക്കുണ്ടാവുന്ന ഒരു ഒന്ന് ആലോചിച്ച് നിങ്ങൾ റിലാക്സ് ആവാനായിട്ടിരിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്ക് അത് ഭയങ്കര ശോകമാണ്. ചിലപ്പോൾ ഇത് ആർ പി ബേസിൽ നടന്നു പോയിരുന്നെങ്കിൽ അവർക്ക് ഇത്രയും പ്രശ്നം വരത്തില്ല. അത് അവിടെ തീർന്ന് അവിടെ കഴിഞ്ഞു, സിറ്റുവേഷൻ കഴിഞ്ഞ് പോയനെ. ഇത് കഴിഞ്ഞിട്ടുള്ള കുറെ എണ്ണം ഉണ്ട്. അങ്ങ് കിഴയ്ക്കും അവനൊക്കെ അങ്ങ് ഫോൺ കിട്ടിയ അവനൊക്കെ അങ്ങ് കിഴയ്ക്കും അവനങ്ങ് കുറെ എണ്ണത്തിന് ഫോൺ അങ്ങ് തൊലിച്ച് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പം എന്താണ് ഇനിയിപ്പം ഫ്യൂച്ചറിലാണെങ്കിൽ പോലും എന്താണ് ഇപ്പോൾ ട്രിക്സ് ഞാൻ കാണുമ്പോൾ ചൊറിയാനും ഇതാക്കാനും ഒക്കെ പോകും. അതൊന്നുമില്ല ഗൈസ്. അതൊന്നും അങ്ങോട്ട് ചൊറിയാനോ ഇതാക്കാനോ പറ്റില്ല. ട്രിക്സ് ഇങ്ങോട്ടും വരത്തില്ല ഇനി ഫ്യൂച്ചറിൽ. അഥവാ ഞാൻ പറഞ്ഞില്ലേ ടി പി ആയിട്ട് എന്തെങ്കിലും വേറെ ചെറിയ സിറ്റുവേഷൻ ഉണ്ടാകണേ അത് ആ ഒരു ബേസിൽ അങ്ങ് പോകും. അത്രേ ഉള്ളൂ. അത് അങ്ങനെ അങ്ങനെ ആ ഒരു ഇത് അങ്ങനെ അങ്ങ് പോകും. അത്രേ ഉള്ളൂ. അയ്യോ, അതുകൊണ്ട് ഗൈസ് ഇത് എല്ലാം ഇവിടെ കഴിഞ്ഞ നേരം ഗൈസ്. എല്ലാവരും പണ്ടൊരു സമയത്ത് നിങ്ങൾ ആലോചിക്കണം, ഒരു സമയത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ആർ പി ആണ് ഞാൻ ലോറായിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ഫീഡ്ബാക്ക് ലേറ്റസ്റ്റ് ഇതാക്കിയാൽ എനിക്ക് ഭയങ്കര ഫീഡ്ബാക്ക് വന്നിട്ടുള്ള ഒരു ആർ പി ആണ്. അത് സ്റ്റോപ്പ് ആക്കലെന്ന് പറയാൻ എത്ര പേര് എനിക്കൊന്ന് മെസ്സേജ് ഇടുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് എങ്ങനെയാണ് കേസ് ഒരാളെ സ്നേഹിച്ചിട്ട് പെട്ടെന്ന് തന്നെ കയറി കുണ്ണേന്നങ്ങ് വിളിക്കുന്നത് ഭയങ്കര ഷോക്കാണ് കേസ്. ആ ഇത് വിട് കേസ്. എല്ലാം ഇവിടെ കൊണ്ട് എണ്ണത്തിന് പറയണ്ട. എണ്ണ പറഞ്ഞു ഇല്ല, ഇത് മാത്രമേ പറയുള്ളൂ. അവൻ ആർ പിക്കകത്ത് ശോകമായിട്ട് ക്യാരക്ടർ അത് ആർ പി ക്യാരക്ടർ ആയിട്ടാണ് ചെയ്യണത്. അല്ലാണ്ട് അവന് മനസ്സിലായി റിയൽ ആയിട്ട് അവൻ ആ ഒരു സീനോ ഒന്നും ഇല്ല. അപ്പൊ ഇതിൽ കാണുന്ന കുറെ പേര് കണ്ണൻ വിഷമമായി അല്ലെങ്കിൽ കണ്ണനെ ഇതാക്കി അല്ലെങ്കിൽ അവനെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് മനസ്സിലായി. നിങ്ങൾ അങ്ങ് ആരും എടുക്കണ്ട. അത് ആർ പിക്ക് അകത്തുള്ള കാര്യം മാത്രമാണ്. അത് പുറത്തു പോയി അതിനെ പറ്റിയിട്ട് മെസ്സേജ് അയക്കാനും ഇതിന് പോകേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ഇത് ഇനിയും ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ഇനിയും ചിലപ്പോൾ കണ്ണ ആർ പി കളിക്കും, ചിലപ്പോൾ ഇനിയും ഉള്ളവരുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ എടുക്കുക. അതായത് ആർ പി മാത്രമാണെന്നുള്ള രീതിയിൽ എടുക്കുക എല്ലാവരും. അത്രേ പറയാനുള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ കേസ്. അത്രേ ഉള്ളൂ. അവര് കുറെ ഇത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവർ കുറെ സഫർ ചെയ്ത് ഭയങ്കരമായിട്ടാണ് അവർക്ക് നമ്മൾ വിചാരിക്കുന്നില്ല ഡി എംസ് ഒക്കെ പോകുന്നത്. കാരണം അത് ഞാൻ പറയുന്നത് ഒരിക്കലും പറയത്തില്ല നമ്മുടെ ഫാൻസ് ആണ് അത്. കാരണം അതൊക്കെ ഇവന്റെയൊക്കെ ഐ ഡി കണ്ടാലേ അറിയാം. ടി വി ഫെൻ ബോയ് പോലെയാടി ഇവന്റെ പേര് കേട്ടോ. ഇവന്റെയൊക്കെ ഇതൊക്കെ കണ്ടാലേ അറിയാം എന്നുവെച്ചാല് ഇവരൊന്നും നമ്മുടെ ഓഡിയൻസ് പോലും അല്ലെന്ന്. അപ്പൊ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഇനിയും ഇതൊക്കെ വിടുക. എല്ലാവരും എന്താണ് അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഇവിടെ നിൽക്കുക എല്ലാവരും. എന്തിനാണ് അവരുടെ സൈഡ് പോയി കണ്ട അവർ വിളിക്കുന്ന കണ്ട അതെന്തിനാണ് കാണാൻ പോകുന്നത്, അവരെ വിളിക്കാൻ പോകുന്നത്. അതാണ് അപ്പം ഗൈസ് ഇതിവിടെ കഴിഞ്ഞു. നമ്മളെല്ലാം പറഞ്ഞ് സോർട്ട് ചെയ്ത് ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ട്രിക്സിൻ്റെ അടുത്തൊരു പ്രശ്നമില്ല അധികം. എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. എല്ലാം തീർന്ന് വരാണ്ടെന്ന് പറയാനല്ലോ. ഇല്ല നീ ചെയ്തോടാ ലൈവ്. ഓക്കെ ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ എല്ലാവർക്കും. ബൈ 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 ബൈ.